ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1000 രൂപ കൊണ്ട് ട്രേഡിംഗ് തുടങ്ങാമോ എന്നതിനെ കുറിച്ചാണ്. ഇതൊരു ചെറിയ ക്യാപിറ്റലല്ലേ, ഇതിനകത്ത് എങ്ങനെ സാധ്യമാവും? ബട്ട് ശരിയായ പ്ലാൻ ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. വാല്യൂ ഓഫ് സ്മോൾ ക്യാപിറ്റൽ. ചിലർ കരുതും വലിയ പണം ഇല്ലെങ്കിൽ ട്രേഡിംഗ് തുടങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷേ സത്യം എന്താണെന്നാൽ സ്മോൾ ക്യാപിറ്റൽ കൊണ്ട് സ്റ്റാർട്ടിംഗ് ചെയ്യുന്നത് വളരെ സേഫ് ആൻഡ് പ്രാക്ടിക്കൽ ആണ്. കാരണം ഇവിടെ നിങ്ങൾ മാർക്കറ്റ് പഠിക്കും. മിസ്റ്റേക്സ് ലോ ആവുമ്പോൾ ലോസും കുറവായിരിക്കും. ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനും ഈസിയാണ്. സെലക്ട് ദ റൈറ്റ് ബ്രോക്കർ. 1000 രൂപ കൊണ്ട് തുടങ്ങുമ്പോൾ ചാർജസ് കുറവുള്ള ബ്രോക്കറിനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. സീറോ ബ്രോക്കറേജ്, ഇൻട്രാഡേ പ്ലാൻസ്, ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗ്, ലോ ട്രാൻസാക്ഷൻ ചാർജസ് ഇവയെല്ലാം നോക്കിയാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. ട്രേഡ് ഓൺലി ഇൻ ലിക്വിഡ് സ്റ്റോക്സ്. സ്മോൾ ക്യാപിറ്റൽ ഉള്ളവർ ചെയ്തു വരുന്ന മിസ്റ്റേക്ക് ആണ് ലോ ക്വാളിറ്റി പെനി സ്റ്റോക്സ് എടുക്കുന്നത്. അത് അവോയ്ഡ് ചെയ്യുക. അതിനു പകരം നിഫ്റ്റി 50 അല്ലെങ്കിൽ ഹൈ വോളിയം സ്റ്റോക്സ് മാത്രമേ എടുക്കാവൂ. കാരണം ഇവയിൽ എൻട്രി എക്സിറ്റ് ഈസിയാണ്, മാനിപ്പുലേഷനും കുറവാണ്. പൊസിഷൻ സൈസിംഗ്. 1000 രൂപ ക്യാപിറ്റൽ ആണെങ്കിൽ ഒരേ ട്രേഡിൽ ഫുൾ എമൗണ്ട് ഇടരുത്. 20% തൊട്ട് 30% മാത്രം ഒരു ട്രേഡിൽ ഇടുക. ഈ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ ഫ്യൂച്ചറിൽ വലിയ ക്യാപിറ്റൽ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാകും. റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് സ്മോൾ ക്യാപിറ്റലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ട്രേഡിലും മാക്സിമം 1% തൊട്ട് 2% വരെ മാത്രം റിസ്ക് എടുക്കണം. മാർക്കറ്റ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കമ്പൽസറി ആയി വെക്കണം. സ്ട്രാറ്റജി. സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇത് തുടങ്ങാം. ഉദാഹരണത്തിന് സപ്പോർട്ട്, റെസിസ്റ്റന്റ്, ബ്രേക്ക്ഔട്ട്, റീട്രേസ്മെന്റ്, മൂവിംഗ് ആവറേജ്, ക്രോസ് ഓവർ എന്നിവ. കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ട ആവശ്യം ഇതിലില്ല. ബേസിക് സെറ്റപ്പ് ലേൺ ചെയ്ത് 20 തൊട്ട് 30 ദിവസം പേപ്പർ ട്രേഡ് ചെയ്തതിനു ശേഷം സ്മോൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് റിയൽ ട്രേഡ് തുടങ്ങുന്നതാണ് സേഫ്. സ്മോൾ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡിംഗ് തുടങ്ങുമ്പോൾ കോൺഫിഡൻസ് കുറവായിരിക്കും, പക്ഷേ അത് നോർമലാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാനും പേഷ്യൻസ് ഉണ്ടാകാനും തുടങ്ങും. 1000 രൂപ ഒരു സ്മോൾ എമൗണ്ട് ആണെങ്കിലും ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പ്രോപ്പർ പ്ലാൻ, റിസ്ക് മാനേജ്മെന്റ്, സ്ട്രാറ്റജി, ഡിസിപ്ലിൻ ഇതെല്ലാം കമ്പൈൻ ചെയ്താൽ നിങ്ങളുടെ ജേണി സേഫ് ആൻഡ് സ്റ്റഡി ആവും. ബിഗ്ഗർ ക്യാപിറ്റൽ വെച്ചുള്ള കളി കുറച്ച് കഴിഞ്ഞാവാം, ബട്ട് സ്കിൽസ് ആണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.